ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത കുറച്ച് സീക്രട്ട് ട്രിക്കുകളാണ് പറഞ്ഞുതരാൻ പോകുന്നത്. ഒന്നാമത്തത്, നിങ്ങൾക്ക് വാട്സപ്പിലെ പോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൻ്റെ അകത്ത് റീഡ് റെസിപ്റ്റ് ഓഫ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾ ആരുടെയെങ്കിലും മെസ്സേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സീൻ എന്ന് പറഞ്ഞിട്ട് കാണിക്കില്ല. ജസ്റ്റ് ഏതെങ്കിലും ഒരു പ്രൊഫൈൽ എടുക്കുക, പ്രൊഫൈലിൻ്റെ അകത്തേക്ക് പോവുക. അകത്തേക്ക് പോകുന്ന സമയത്ത് പ്രൈവസി ആൻഡ് സേഫ്റ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കും. പ്രൈവസി ആൻഡ് സേഫ്റ്റിയിൽ പോവുക. അവിടെയായിട്ട് റീഡ് റെസിപ്റ്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അതൊന്ന് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഇനി മെസ്സേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആരും കാണാൻ പോകുന്നില്ല. ഇതേപോലെ ഇഷ്ടം പോലെ ട്രിക്കുകളുണ്ട് ഈ വീഡിയോയ്ക്കകത്ത്. ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ആർക്കെങ്കിലും ഒരു ഇമോജി അയച്ചെന്ന് വെച്ചോ. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ആൾക്ക് ഒരു ഹാർട്ട് അയച്ചു. ആ ഹാർട്ടിൽ നമ്മളൊന്ന് തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹാർട്ട് വെച്ചിട്ട് കുറേ ഗെയിമുകൾ കളിക്കാൻ പറ്റും. സോ ഇതേപോലെ ഇമോജീസ് അയച്ചതിന് ശേഷം ഇമോജിയിൽ ഒന്ന് ടച്ച് ചെയ്യുന്ന സമയത്ത് ആ ഇമോജി വെച്ചിട്ട് നിങ്ങൾക്ക് കുറേ ഗെയിമുകൾ കളിക്കാൻ പറ്റും. ഇത് എന്തുകൊണ്ട് ഉപയോഗം വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ആർക്കെങ്കിലും മെസ്സേജ് അയച്ചിട്ട് അവർ നിങ്ങളുടെ മെസ്സേജ് നോക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നോക്കുന്ന നേരം വരെ നിങ്ങൾക്ക് ഇതും വെച്ച് കളിച്ചുകൊണ്ടിരിക്കാം. നല്ല ഫോളോവേഴ്സ് ഉള്ള ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ ചില സമയത്ത് ഒരു 10K ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ ഒരു ദിവസം രാവിലെ നോക്കുമ്പോൾ 9,000 ഫോളോവേഴ്സേ കാണുള്ളൂ. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇൻസ്റ്റഗ്രാം തന്നെ സ്പാം ഫോളോവേഴ്സിനെ ഫിൽട്ടർ ഔട്ട് ചെയ്ത് കളയുന്നതാണ്. എന്നാൽ നമ്മുടെ അക്കൗണ്ടിൽ ഉള്ള സ്പാം ഫോളോവേഴ്സിനെ നമുക്ക് ഫിൽട്ടർ ഔട്ട് ചെയ്ത് കളയാൻ പറ്റും. ഇൻസ്റ്റഗ്രാം ഓപ്പൺ ആക്കിയതിന് ശേഷം മേളിലായിട്ട് 3 വര കാണാൻ പറ്റും റൈറ്റ് സൈഡിൽ. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ ഫോളോ ആൻഡ് ഇൻവൈറ്റ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഫിൽട്ടർ സ്പാം ഫോളോവേഴ്സ് എന്ന് പറഞ്ഞൊരു ഭാഗം കാണാൻ പറ്റും. അത് ഡിസേബിൾ ആയിട്ടായിരിക്കും എല്ലാ അക്കൗണ്ടിലും കിടക്കുന്നത്. ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് സ്പാം അക്കൗണ്ടുകൾ വരുമ്പോൾ അത് ഫോളോ ആവില്ല, റിക്വസ്റ്റ് ആയിട്ടായിരിക്കും കിടക്കുക. നിങ്ങൾക്ക് അതിന് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാവുന്നതാണ്. സോ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങളുടെ ഫോളോവേഴ്സിനെ സോർട്ട് ഔട്ട് ചെയ്ത് കുറച്ചുകൂടി നല്ല ആളുകളെയൊക്കെ നിങ്ങളുടെ കൂടെ കൂട്ടാൻ പറ്റും. നമ്മുടെ വീട്ടിനകത്തുള്ള എല്ലാവർക്കും ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഇൻസ്റ്റഗ്രാമിൻ്റെ അകത്താണ്. റീലുകൾ തോണ്ടിയിട്ടും റീലുകൾ വേറെ ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ടും ഇപ്പോൾ ചില റിലേഷൻഷിപ്പുകളും ചില ഫ്രണ്ട്ഷിപ്പുകളൊക്കെ കണ്ടിന്യൂ ചെയ്ത് തന്നെ റീലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ടാണ്. അപ്പോൾ ഈ ഒരു ഇൻസ്റ്റഗ്രാം എന്തുമാത്രം ഡേറ്റ ആയിരിക്കും ട്രാക്ക് ചെയ്തെടുക്കുന്നുണ്ടാവുക? ഇഷ്ടം പോലെയുണ്ട്. അത് ഓഫ് ചെയ്യാനൊരു വഴിയുണ്ട്. ജസ്റ്റ് വീണ്ടും 3 ഡോട്ടിൽ പോവുക, അല്ലെങ്കിൽ 3 വരയിൽ പോവുക. അത് സെലക്ട് ചെയ്തതിന് ശേഷം സെർച്ച് ബട്ടണിൽ ഓഫ് എന്ന് സെർച്ച് ചെയ്യുക. ഓഫ് എന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് യുവർ ആക്ടിവിറ്റി ഓഫ് മെറ്റാ ടെക്നോളജീസ് എന്ന് പറഞ്ഞിട്ട് ആദ്യം ഒരു ഓപ്ഷൻ വരും. അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം മാനേജ് ഫ്യൂച്ചർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണും. അത് സെലക്ട് ചെയ്തതിന് ശേഷം ഡിസ്കണക്ട് ഫ്യൂച്ചർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് എനേബിൾ ചെയ്ത് കൊടുക്കുക. ഓൾറെഡി അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി കണക്ട് ഫ്യൂച്ചർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിലായിരിക്കും എനേബിൾ ആയിട്ട് കിടക്കുന്നത്. അതിനെ മാറ്റിയിട്ട് തൊട്ട് താഴെയുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണൽ ഡേറ്റാസും നിങ്ങളുടെ കുറേ ഡേറ്റാസ് ഒന്നും ഇൻസ്റ്റഗ്രാമോ അല്ലെങ്കിൽ മെറ്റയോ ഒന്നും എടുത്തുകൊണ്ട് പോകില്ല. സിമ്പിൾ. ഇൻസ്റ്റഗ്രാം റീലുകൾ കാണുന്ന സമയത്ത് നിങ്ങളുള്ള ലൊക്കാലിറ്റിയുടെ അടുത്തുള്ള ഇൻസ്റ്റഗ്രാം റീലുകൾ മാത്രമായിട്ട് കാണാൻ പറ്റും. എങ്ങനെയാണെന്ന് അറിയാമോ? ജസ്റ്റ് ഇൻസ്റ്റഗ്രാം റീലിലേക്ക് പോയി ഇൻസ്റ്റഗ്രാം റീലിലേക്ക് പോയതിന് ശേഷം ലെഫ്റ്റ് സൈഡിൽ മേളിലായിട്ട് റീൽ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിങ് കാണാൻ പറ്റും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിയർ ബൈ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ നിയർ ബൈ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ തായ്ലൻഡിൽ പോയി കഴിഞ്ഞാൽ തായ്ലൻഡിലുള്ള അല്ലെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന പട്ടായാണെന്നുണ്ടെങ്കിൽ പട്ടായയുടെ ചുറ്റുമുള്ള ഇൻസ്റ്റഗ്രാം റീലുകളും കാര്യങ്ങളും ആയിരിക്കും നിങ്ങൾക്ക് കാണിക്കുന്നത്. വേൾഡിലുള്ള എല്ലാ റീലുകളും കാണിക്കില്ല, നിങ്ങളുടെ ലൊക്കേഷൻ ബേസ് ചെയ്തിട്ടായിരിക്കും കാണിക്കുന്നത്. ഫൈനലി ഉള്ള ട്രിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പലർക്കും അറിയാം, എന്നാൽ പലർക്കും അറിഞ്ഞുകൂടാത്തൊരു കാര്യമാണ്. ഇൻസ്റ്റഗ്രാമിൻ്റെ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൻ്റെ അകത്ത് റീൽ ഇടാനായിട്ട് ജസ്റ്റ് ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു വീഡിയോ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്യാപ് കട്ട് പോലെ തന്നെ വോയിസ് ഓവർ ചെയ്യാനും കട്ട് ചെയ്തിട്ട് ട്രാൻസിഷൻ ആഡ് ചെയ്യാനും ടെക്സ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഫിൽറ്റേഴ്സ് ആഡ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഇഷ്ടംപോലെ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് ഒരു എഡിറ്റർ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നില്ല, ഒരു എഡിറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ അത്യാവശ്യം എഡിറ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല എഡിറ്റും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാം വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. മേക്ക് ഷുവർ ടു ചെക്ക് ദം ഔട്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുവന്നായിരിക്കും. ബൈ.